വെൽക്കം ബാക്ക്. നമ്മൾ വീണ്ടും അടുത്തൊരാഴ്ചയിലേക്ക് എത്തിയിരിക്കുകയാണ്. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എത്ര പേര് നമ്മുടെ സൺഡേ സ്കൂളിനെ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്? ഗുഡ്. അപ്പോൾ നമ്മുടെ കൂട്ടുകാർ പല സ്ഥലങ്ങളിൽ നിന്നാണ് നമ്മുടെ ഈ സൺഡേ സ്കൂളിൽ പങ്കുചേരുന്നത്. അവരൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണം. നമ്മുടെ ഈ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇതിന് കാരണമായി തീരുന്ന എക്സൽ സൺഡേ സ്കൂളിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രവർത്തിക്കുന്നവരൊക്കെ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഒരു പുതിയ പാഠമായിരുന്നു. എന്തിനെക്കുറിച്ചാണ്? സൗട്ടൻ മിടുക്കൻ പറഞ്ഞു, ഇസ്രായേലിലെ ആദ്യത്തെ രാജാവിനെ കുറിച്ചാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇസ്രായേലിലെ രണ്ടാമത്തെ രാജാവിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നത്തെ പാഠഭാഗം എന്ന് പറയുന്നത് 1 ശമൂവേൽ 16-ാം അധ്യായത്തിലെ സംഭവങ്ങളാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഒരാളായിരുന്നു ആരാ? ശൗൽ അല്ലേ? ഇസ്രായേലിലെ ആദ്യത്തെ രാജാവായ ശൗൽ. ഈ ശൗല് തൻ്റെ ഭരണം തുടങ്ങി കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. കൂട്ടുകാരെ, നിങ്ങളാരെങ്കിലും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നവരാണോ? ചെറിയ ചെറിയ കുറുമ്പുകൾ കാണിക്കുക, ചെറിയ ചെറിയ കുസൃതികൾ കാണിക്കുക, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ അറിവില്ലായ്മയാണെന്ന് ബോധ്യപ്പെട്ട് നിങ്ങൾ ദൈവത്തോട് പറഞ്ഞ് മാപ്പപേക്ഷിക്കണം. എന്നിട്ട് നല്ല കൂട്ടുകാരായി ജീവിക്കണം കേട്ടോ. ഇവിടെ ശൗലിന് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നുള്ള നല്ല ബോധ്യമുണ്ട്. പക്ഷേ എങ്കിലും അറിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും ചെയ്തു. അതുകൊണ്ട് തന്നെ ദൈവം ശൗലിനെ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ദൈവം തീരുമാനിച്ചു, ഇനി ഈ ശൗല് രാജസ്ഥാനത്ത് തുടരണ്ട. അങ്ങനെ പ്രവാചകനായ ശമൂവേലിനോട് പറഞ്ഞു, ശമൂവേലെ, വളരെ മിടുക്കനായിരുന്ന, കഴിവുള്ള, സാമർഥ്യമുണ്ടായിരുന്ന ഈ ശൗൽ ഇപ്പോൾ ഒത്തിരി ദൈവകൽപ്പനകൾ ലംഘിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ഞാൻ ഈ ശൗലിനെ രാജസ്ഥാനത്ത് വെക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. അവനെ രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളയുകയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ ശമൂവേലിന് ഒത്തിരി വിഷമമായി. പക്ഷേ ശമൂവേലിനോട് പറഞ്ഞു, ഡോണ്ട് വറി, നീ ഭാരപ്പെടണ്ട, ഞാൻ മറ്റൊരു രാജാവിനെ എലക്ട് ചെയ്ത് ഈ രാജകൊട്ടാരവും അല്ലെങ്കിൽ ഈ ഭരണവും ഒക്കെ ഏൽപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ അത് ശമൂവേലിന് ഇഷ്ടമായി. കാരണം പുതിയൊരു രാജാവിൻ്റെ ദൈവം കണ്ടെത്തിയല്ലോ. എന്നിട്ട് ശമൂവേലിനോട് ദൈവം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം. നീ ഈശായി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്, അവൻ്റെ വീട്ടിലേക്ക് പോകണം. ഈശായി എന്ന് പറയുന്ന മനുഷ്യന് ഒത്തിരി മക്കളുണ്ട് കേട്ടോ. ഒരു 7-8 മക്കളുണ്ട്. അപ്പം ഇതൊന്നും ശമൂവേലിന് അറിയത്തില്ല, പക്ഷേ കുറച്ച് മക്കളുള്ളതറിയാം. അപ്പോൾ ഈ ഭവനത്തിൽ ഒരുവനെ ഞാൻ രാജാവായിട്ട് കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാണ് ശമൂവേലിനെ ദൈവം അവിടേക്ക് അയക്കുന്നത്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഈ ശമൂവേലിന് എല്ലാവരെയും അറിയിച്ച് എല്ലാവരും കാണാൻ അവിടേക്ക് പോകാൻ പറ്റത്തില്ല. കാര്യം ഇപ്പോൾ ശൗല് രാജാവാണ്. അപ്പോൾ ശമൂവേൽ അങ്ങനെ പോയാൽ ശൗലതറിയും. ശൗല് ചിലപ്പോൾ ശമൂവേലിനെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്. ദൈവം ശമൂവേലിനെ രാജസ്ഥാനത്ത് നിന്ന് മാറ്റിയെന്ന് ശമൂവേലിനോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോഴും ശൗൽ ജീവനോടുള്ളത് കൊണ്ട് അവൻ തന്നെയാണ് രാജാവായി തുടരുന്നത്. എന്നാൽ ഒരു ദിവസം ആരും അറിയാതെ താൻ ഒറ്റയ്ക്ക് അഭിഷേക തൈലവുമായിട്ട് ഈശായുടെ ഭവനത്തിലേക്ക് ചെന്നു. ഈശായുടെ ഭവനത്തിലേക്ക് അപ്രതീക്ഷിതമായി മുന്നറിയിപ്പ് നൽകാതെയാണ് ചെന്നത്. അവിടേക്ക് ചെന്നിട്ട് പറഞ്ഞു, പെട്ടെന്ന് റെഡിയാകണം, ഞാൻ ഒരുമിച്ച് നിങ്ങളോടൊപ്പം ആയിരിക്കാൻ താല്പര്യപ്പെടുന്നു എന്ന് പറഞ്ഞപ്പം എല്ലാ മക്കളെയും വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഈശായി തൻ്റെ മക്കളെല്ലാം വിളിച്ചു കഴിഞ്ഞിട്ട് ആദ്യം മൂത്തവൻ വന്നു. മൂത്ത മകൻ വന്നപ്പോൾ അവൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവൻ വളരെ ആരോഗ്യമുള്ളവനാണ്, നല്ല കാണാനൊക്കെ വളരെ സുന്ദരനാണ്. മാത്രമല്ല ഈ ശൗലിൻ്റെ പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന ഒരു പട്ടാളക്കാരനാണ്, സൈന്യത്തിൽ വർക്ക് ചെയ്യുന്ന ഒരുവനാണ്. അപ്പോൾ ശമൂവേൽ ചിന്തിച്ചു, ഇവനായിരിക്കും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അടുത്ത രാജാവ് എന്ന് ചിന്തിച്ച് എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം പറഞ്ഞു, എഴുന്നേൽക്കരുത്. രണ്ടാമത്തവൻ വന്നു. അവനും ശൗലിൻ്റെ പടയിലായിരിക്കുന്നവനാണ്, അല്ലെങ്കിൽ സൈന്യത്തിലുള്ളവനാണ്. അവനും കുഴപ്പമുള്ളവനല്ല, നല്ല ആരോഗ്യമുള്ളവനാണ്. പക്ഷേ അപ്പോഴും ദൈവം പറഞ്ഞു, ഇവനും അല്ല. അങ്ങനെ മൂന്നാമത്തവൻ വന്നു. ഈ 3 പേരും പട്ടാളത്തിലുള്ളവരാണ്. പക്ഷേ ദൈവം പറഞ്ഞു, ഇവരല്ല.
എന്നിട്ട് ദൈവം പറഞ്ഞു, നീ അവൻ്റെ മുഖമോ പൊക്കമോ വണ്ണമോ ഒന്നും നോക്കരുത്. അതെല്ലാം അവർക്ക് ആവശ്യത്തിലുണ്ടാകും. പക്ഷേ ഞാൻ ദൈവം നോക്കുന്നത് പുറമേയുള്ള ഒന്നുമല്ല, അകമേയുള്ള ഹൃദയത്തിൻ്റെ അവസ്ഥകൾ കാണാം. 3 മക്കൾ കഴിഞ്ഞു, വീണ്ടും 4-മത്തവൻ വന്നു. അപ്പോൾ അവനല്ലാന്ന് ദൈവം പറഞ്ഞു. 5-മത്തവൻ വന്നു, 6-മത്തവൻ വന്നു, 7-മത്തവൻ വന്നു. 7 ആൺമക്കൾ, ഇശായിയുടെ ആൺമക്കൾ ശമൂവേലിൻ്റെ മുമ്പിൽ വന്നപ്പോഴും ദൈവം പറയുകയാണ്, ഇവരല്ല. അപ്പോൾ ഈ ശമൂവേലിന് വല്ലാത്ത ഒരു ആശ്ചര്യം തോന്നി. എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? 7 പേരും വന്നു പോയി. അപ്പോൾ പിന്നെ അടുത്താരും വരുന്നില്ല. ശമൂവേൽ ഇശായിയോട് ചോദിച്ചു, ഇശായി, നിൻ്റെ ഭവനത്തിൽ ഇനി മക്കളുണ്ടോ? അപ്പോൾ ഇശായി പറഞ്ഞു, ഇനി ഉള്ളതിൽ ഏറ്റവും ഇളയവനുണ്ട്. പക്ഷെ അവനിവിടെ ഇല്ല, അവൻ എൻ്റെ ആടുകളെയൊക്കെ മേയിച്ചുകൊണ്ട് വനാന്തരത്തിലാണ്. അപ്പോൾ ശമൂവേൽ പറഞ്ഞു, അവനെ പെട്ടെന്ന് ഭവനത്തിൽ കൊണ്ടുവരണം. അപ്പോഴും ഇവരുടെ മനസ്സിൽ, ഇശായിയുടെ മനസ്സിലും ശമൂവേലിൻ്റെ മനസ്സിലും ഒരുപോലെയുള്ളൊരു ചിന്ത ഇതാണ്. സാധാരണഗതിയിൽ വലിയ പ്രയോജനമൊന്നും ഇല്ലാത്തവരെയാണ് ആടുകളെ മേയ്ക്കാൻ അയക്കുന്നത്. അപ്പം അങ്ങനെ ആടുകളെ മേയിച്ച് വനാന്തരത്തിലായിരിക്കുന്ന ഒരുവൻ എങ്ങനെ രാജാവാകും? ഒരു സാധ്യതയുമില്ല. എന്താ സംഭവിച്ചത് എന്നറിയാതെ കാത്തു നിന്നു. എന്നാൽ ഇശായിയുടെ 8-മത്തെ മകൻ വന്നു. അതാരാരെന്നറിയാമോ? ദാവീദ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞ് വേഗത്തിൽ ഇശായിയുടെ അടുക്കിലേക്ക് വരുമ്പോൾ ദൈവം പെട്ടെന്ന് ശമൂവേലിനോട് പറഞ്ഞു, ഇവനാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന പുതിയ രാജാവ്. ഉടൻ തന്നെ ഇശായിയുടെ മൂത്ത മക്കളുടെ മുൻപിൽ ശമൂവേൽ എഴുന്നേറ്റ് ദാവീദിനെ അടുത്ത രാജാവായിട്ട് അഭിഷേകം ചെയ്തു. ഈ ദാവീദിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇവൻ മിടുക്കനായ ഒരുവനാണ്. ഇവൻ എപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്ന, പാടുന്ന ഒരുവനായിരുന്നു. അതിനെക്കുറിച്ച് പറയുന്നത് അവൻ കിന്നരം വായിക്കുന്നവനാണ്. കിന്നരം എന്ന് പറഞ്ഞാൽ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് അന്നുണ്ടായിരുന്നു. ഇന്നത്തെ നമ്മുടെ വയലിൻ പോലുള്ള, വീണ പോലുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ്. അപ്പോൾ അന്ന് അത് വായിക്കുന്നതിൽ വളരെ സമർത്ഥനായിരുന്നു ഈ ദാവീദ്. താൻ ആടുകളെ മേയ്ക്കാൻ പോകുമ്പോഴും വനാന്തരത്തിൽ ആടുകളുമായിട്ടായിരിക്കുമ്പോഴൊക്കെയും അവൻ ദൈവത്തെ ആരാധിക്കുന്ന കാര്യത്തിൽ വളരെ താല്പര്യമുള്ളവനായിരുന്നു. മാത്രമല്ല അവൻ കിന്നരം വായിച്ച് പാടുന്നതിനും വളരെ സമർത്ഥനായിരുന്നു. ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമുള്ള ഈ ദാവീദിനെയാണ് ദൈവം 2-മത്തെ രാജാവായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. പക്ഷെ അപ്പോഴും ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്തേ ഉള്ളൂ. രാജകൊട്ടാരത്തിലേക്ക്, രാജസന്നിധിയിലേക്ക് അവൻ എത്തപ്പെട്ടില്ല. എന്നാലും ദൈവം അവനെ അവൻ്റെ ഭവനത്തിൽ, അവൻ്റെ പിതാവോ സഹോദരങ്ങളെ അവൻ അംഗീകരിക്കാതിരുന്നിട്ടും ദൈവം അവനെ അംഗീകരിക്കുകയും തിരഞ്ഞെടുക്കുകയും ചെയ്തു. കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പഠിച്ചത് എന്താണ്? ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ആരെയും ദൈവം ഇഷ്ടപ്പെടാറില്ല. ശൗൽ ദൈവത്തിന് വളരെ പ്രിയപ്പെട്ടവനായിരുന്നു. പക്ഷേ എപ്പോഴാണോ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയത്, അപ്പോൾ മുതൽ ദൈവം അവനെ ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ മറ്റൊരുവന് വേണ്ടി അവസരം നൽകുകയും ചെയ്തു. ഇതാണ് നമുക്കിന്ന് ലഭിച്ച പാഠം. ഒരിക്കലും ദൈവത്തോടുള്ള നമ്മുടെ കൂട്ടായ്മയോ ബന്ധമോ സ്നേഹമോ ഒരിക്കലും നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് നഷ്ടപ്പെടുത്തി കളയരുത്. അങ്ങനെ നഷ്ടപ്പെട്ടാൽ നമ്മുടെ അവസരങ്ങൾ, നമുക്ക് കിട്ടിയ പദവികൾ, സാഹചര്യങ്ങളെല്ലാം ദൈവത്തെ സ്നേഹിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടി ചിലപ്പോൾ കൊടുത്തെന്ന് വരാം. ഒരിക്കലും നമ്മൾ അങ്ങനെയാകരുത്. അതുകൊണ്ട് നല്ല കുഞ്ഞുങ്ങളായി, മിടുക്കരായി, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി നമുക്ക് ജീവിപ്പാനിടയാകട്ടെ. ഇന്ന് നമുക്കൊരു വാക്യം പഠിച്ചാലോ? 1 ശമൂവേൽ 16-ാം അധ്യായത്തിൽ 12-ാം വാക്യം, അതിൻ്റെ 2-മത്തെ ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദൈവം ശമൂവേലിനോട് പറഞ്ഞ ഒരാലോചനയാണ്. നമുക്കൊരുമിച്ച് പഠിക്കാം. അപ്പോൾ എന്നോടൊപ്പം ചേർന്ന് പറയണേ. 1 ശമൂവേൽ 16:12. അപ്പോൾ യഹോവ എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ചെയ്യുക, ഇവൻ തന്നെയാകുന്നു എന്ന് കൽപ്പിച്ചു. ഓക്കെ, ഇവിടെ പറഞ്ഞട്ടെ. അപ്പോൾ യഹോവ എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ചെയ്യുക, ഇവൻ തന്നെയാകുന്നു എന്ന് കൽപ്പിച്ചു. അപ്പോൾ ഈ വാക്യം നിങ്ങൾ പഠിക്കണം, മറക്കാതെ പഠിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പാഠങ്ങളും വാക്യങ്ങളും എല്ലാം ഓർമ്മയുണ്ടല്ലോ. തീർച്ചയായും അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. മറന്നു പോകാതെ നിങ്ങളത് സൂക്ഷിക്കുക, എഴുതി സൂക്ഷിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
അപ്പോൾ ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് ശൗൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്തപ്പോൾ അവനെ തള്ളിക്കളഞ്ഞ് മറ്റൊരുവന് അവസരങ്ങൾ കൊടുത്തു എന്ന് ഞങ്ങൾ ഇന്ന് പഠിച്ചു. ഒരിക്കലും ദൈവം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അവസരങ്ങളും പദവികളും നഷ്ടപ്പെടുത്താതെ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തികൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാകുവാൻ അനുവദിക്കാതെ, ദൈവത്തിന് ഹിതകരമായ ഒരു ജീവൻ നയിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്താൽ അംഗീകരിക്കപ്പെട്ട, ദൈവത്തിന് കൊള്ളാവുന്ന ഒരു പൈതലായി ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരും ദൈവം സഹായിക്കണമേ. അതിനായി ഇന്നത്തെ പാഠം, ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. ഒരുമിച്ച് അനുഗ്രഹിക്കണം യേശുവിൻ നാമത്തിൽ. ആമേൻ. ഓക്കെ, അപ്പോൾ ഇന്ന് പഠിച്ചതുപോലെ ദൈവത്തിന് പ്രസാദകരമായി തീരുന്ന ഒരു ജീവൻ നയിപ്പാൻ നമുക്ക് തയ്യാറാകാം. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മൾ പിരിയുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. ബൈ ബൈ.